ഓക്കെ, സംസാരിക്കുന്നേ. ആ അത് വിത്ത് തിന്നുന്ന കേവലമാണ്. മതം വിൽക്കുന്നുണ്ട്. മതമൗലികവാദികളും രണ്ടു കൂട്ടം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. എന്നാൽ യുക്തിവാദികളുടെ കാര്യവും അത് തന്നെയാണ്. നമ്മളിപ്പോ ഈ ക്ലബ് ഹൗസിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന ചർച്ചകൾ എല്ലാ ദിവസവും എന്ന് പറയാൻ വേണ്ടി ഈ യുക്തിവാദികൾ ഇടുന്ന ടോപ്പിക്കുകൾ ഒന്ന് നോക്കിയാട്ടെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോ എത്ര ചീപ്പാണ് ഇവരെന്നുള്ളത്. ഒരുപാട് വിഷയങ്ങൾ ഈ യുക്തിവാദികൾ ഓരോ ദിവസവും കൊണ്ട് വെക്കുന്നുണ്ട്. അത് ഹെയ്റ്റ്രഡിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഒരു സമൂഹം മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, മറ്റു കാര്യങ്ങൾ, പക്ഷത്തു നിന്നുള്ള നയങ്ങളൊക്കെ വരുമ്പോൾ അതിന് സമൂഹത്തിൽ ഇമ്പാക്ട് ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് എന്തായാലും ഉണ്ടാവും. അതിനെ തടയാൻ ശ്രമിക്കുന്ന കുറച്ച് ശക്തികൾ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരു ആരോഗ്യകരമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് വേണം ചർച്ച ചെയ്യാൻ വേണ്ടി. പകരം ഇപ്പൊ സനൽ ഇടമറുകിനെ പോലുള്ള ആളുകൾ വരെ ഇത്തരം വിഷയങ്ങളിൽ സംഘപരിവാറിന്റെ പക്ഷം ചേർന്നിട്ടാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല, ഒരു ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഈ യുക്തിവാദികളുടെ ഒരു വലിയ പ്രശ്നം. അപ്പോ മതമൗലികവാദികൾക്ക് പ്രശ്നമില്ലെന്ന് ചോദിച്ചാൽ അവർക്കും പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനിടയിലാണ് സാധാരണ മനുഷ്യർ. അവർക്ക് മതനിന്ദയുടെ ആവശ്യമില്ല, ഹേറ്റ്രഡിന്റെ ആവശ്യമില്ല, ഏതെങ്കിലും മതങ്ങളെ പ്രത്യേകം പുച്ഛിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ യോഗയുമായി യോഗ എന്ന് പറയുന്ന ഒറ്റ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ യോഗയുടെ അടിസ്ഥാന തത്വങ്ങൾ ഈ ഹിന്ദുത്വവാദികളുടെയും അതുപോലെ ഹിന്ദു മതത്തിലെ തന്നെ വളരെ യുക്തിയില്ലാത്ത ഒരു വിഭാഗം ആളുകൾ, വളരെ യുക്തി കുറഞ്ഞ, അതെല്ലാം മതത്തിലുണ്ടല്ലോ, ഹിന്ദു മതത്തിലുണ്ട്. അവരുടെ വായിൽ നിന്ന് കേട്ടു നോക്കിയാട്ടെ. നമ്മളെ നട്ടലിന്റെ ഏറ്റവും അടിയിൽ, നമ്മൾ ഇരിക്കുന്നിടത്ത് നട്ടലിന്റെ ഏറ്റവും അടിയിൽ ത്രികോണാകൃതിയിൽ ഒരു കുണ്ടലിനി ഉണ്ട്. അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു സർപ്പമാണ്. അവിടുന്ന് ഇടാ പിങ്കള എന്ന് പറഞ്ഞിട്ട് രണ്ട് നാടി ഞരമ്പുകൾ തലയുടെ മേലെ പോകുന്നുണ്ട്. അത് കൂടി ചേരുന്നത് അവിടെ വേറെ ഒരു താമരപ്പൂവിലാണ്. എന്നിട്ട് അത് കടന്നു പോകുന്നത് 6-7 ചക്രങ്ങളിലൂടെയാണ്. അതിനെ കുണ്ടലിനിയെ ഒന്ന് ഉണർത്തി, ഒന്ന് ഉയർത്തി, യോഗയിൽ പറയുന്ന പോലെ ശ്വാസം ഒന്ന് കടുപ്പിച്ച് എടുക്കുകയും ശ്വാസം ഒന്ന് കടുപ്പിച്ച് വിടുകയും ചെയ്യുമ്പോൾ ഈ കുണ്ടലിനി ഉണ്ടല്ലോ, ആ താഴെ ഇരിക്കുന്ന കുണ്ടലിനി ഇങ്ങനെ ഉണരുകയോ ഉയരുകയോ ഒക്കെ ചെയ്യും. അപ്പൊ ഇതിനെയൊന്നും ആരും പരിഹസിക്കുന്നില്ല. ഇത് വളരെ പരിഹാസ്യമായിട്ടൊരു സംഭവമാണ്. ഇതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. അങ്ങനെ കുണ്ടലിനിയെ ഉണർത്തി കഴിഞ്ഞാൽ ഒരു മനുഷ്യന് അപാരമായിട്ടുള്ള സിദ്ധികൾ കൈവരും. എന്തൊക്കെ സിദ്ധികളാണെന്നറിയോ? അപ്പൊ ഇതൊക്കെ പമ്പര വിഡ്ഢിത്തമല്ലേ? ഇതിനെ എന്താ യുക്തിവാദികൾക്ക് തൊടാൻ ധൈര്യമില്ലാത്തത്? അപ്പൊ യുക്തിവാദികൾ ഏതെങ്കിലും ചില മതങ്ങൾ ഇന്നത്തെ ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ വല്ലാതെ ആക്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് യുക്തന്മാരെ പറ്റി നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. മതം വിറ്റു തിന്നുന്ന കേവല യുക്തന്മാർ. അവര് ഈ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മതം എന്ന് പറയുകയും മതത്തിനകത്ത് വേറെ ഒരു പ്രശ്നം മനുഷ്യരാശി നേരിടുന്നില്ല എന്ന് പറയുകയും ഈ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന തനി തോന്നിയസങ്ങൾ അതിന് ആദ്യം ചെയ്ത് വരവിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് സംഘികൾ ചെയ്യുന്നത്. ഇപ്പൊ കോർപ്പറേറ്റ് ചൂഷണം നടക്കുന്ന, ഇപ്പൊ ഏറ്റവും ഡിജിറ്റലായിട്ട് ഇന്ത്യ മാറി, എല്ലാം ഡിജിറ്റലാകുന്നു എന്നൊക്കെ കുറെ കാലമായി നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഏത് പിന്തിരിപ്പൻ ഭരിച്ചു കഴിഞ്ഞാലും ലോകം കടന്നു പോകുന്ന ഒരു ഡിജിറ്റൽ കാലഘട്ടമാണ്. ആ കാലത്തില് ഇത് വന്നപ്പോൾ കുറച്ചുകൂടി ഡിജിറ്റൽ ആകാനുള്ള സാഹചര്യം ഒരുങ്ങി. അതിന്റെ ഗുണവും സമൂഹത്തിനുണ്ടാവും, ദോഷവും. മേഖലയിൽ എന്തൊക്കെ കൈകടത്തലാണ് രാജ്യത്തെ 146 കോടി അവരുടെ സമ്പത്ത്, അവരുടെ സ്വന്തം സമ്പത്ത്, അത് അംബാനിയും അദാനിയും അടിച്ചു കൊണ്ടുപോകുന്നു. ഇതിലൊന്നും യുക്തന്മാർക്ക് ഒരു യുക്തിയും ഇല്ല. അവര് ഫ്രീ തിങ്കറും അല്ല. അവർക്ക് ഇപ്പോഴത്തെ മധു പറഞ്ഞ ഡെഫിനേഷന്റെ അകത്തും അവരില്ല. അവർക്ക് എന്തില്ല, തിങ്കർ ഇല്ല. മുൻവിധി ഇല്ലാതെ കാര്യങ്ങളെ കാണാൻ അവർക്ക് അന്നേരം പറ്റുന്നില്ല. കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒരു കേവല യുക്തനോട് നമ്മൾ ചോദിക്കുകയാണ്, എന്താണ് നേരിടുന്ന പ്രധാന പ്രശ്നം? അവൻ ചൂഷണത്തിന് അടിമപ്പെടുന്ന ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുമോ, അതല്ല ചൂഷണം ചെയ്യുന്ന മോഡി, അംബാനി, അദാനി ആ പക്ഷത്ത് നിൽക്കുമോ? ഉറപ്പായിട്ടും അവൻ മറ്റേ പക്ഷത്തെ നിൽക്കുള്ളൂ. അതാണ് അവിടെ അവന് ഒരു റേഷണൽ തിങ്കിങ്ങും ഇല്ല, യുക്തി ചിന്തയും അവനില്ല.
അപ്പൊ അവൻ ഈ കൊട്ടിഘോഷിക്കുന്നതൊക്കെ വെറും ഈ ബോർഡ് നെയിം ബോർഡും വെച്ച് നടക്കുക എന്നല്ലാതെ വെറുതെ അത് കാണുമ്പോൾ കുറെ പേർക്ക് ഓ ഫ്രീ തിങ്കർ ആണല്ലേ, നിങ്ങളുടെ പ്രൊഫൈലിൽ ഐ എം എ ഫ്രീ തിങ്കർ, ഓ എന്തൊരു നിഷ്പക്ഷൻ, എന്തൊരു ന്യൂട്രൽ ആയിട്ടുള്ള മനുഷ്യൻ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വിഷയത്തോട് എനിക്ക് നല്ല യോജിപ്പ് തന്നെയാണ് ഉള്ളത്. ഈ യുക്തന്മാര് യുക്തിവാദികൾ അവർക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അത് മതം മാത്രമാണെന്ന് വരുത്തി തീർക്കുകയും അതിൽ തന്നെ ഏതെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു മതത്തെ വലിയ ഭൂരിപക്ഷ വർഗീയതയുടെ പക്ഷം ചേർന്ന് ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഭൂരിപക്ഷ മതത്തിലെ തനി തോന്നിയാസങ്ങളെയും പമ്പര വിഡ്ഢിത്തങ്ങളെയും ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നിങ്ങൾ ഒരു യോഗ വലിയ കൊട്ടിഘോഷിക്കുന്ന, ലോകത്തിന് മുമ്പിൽ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു സംഭവമാണ് യോഗ. പശു യോഗ ചെയ്യുന്നില്ല, പട്ടി യോഗ ചെയ്യുന്നില്ല, പൂച്ച യോഗ ചെയ്യുന്നില്ല, മനുഷ്യന് മാത്രം യോഗ വേണം. അപ്പൊ യോഗ എന്ന് പറയുന്നത് യുക്തിപരമായിട്ടൊന്ന് വിശകലനം ചെയ്യണം. യുക്തിപരമായിട്ട് വിശകലനം ചെയ്താൽ മതി. ഇപ്പോ ഇടതുപക്ഷത്തുള്ള പലരും ഈ യോഗ ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. പക്ഷെ ഞാൻ അവരോടക്കം തർക്കിക്കുന്നത്, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ യോഗയുടെ പിന്നാലെ പോകുന്നത്? അവർക്ക് ഉണരലില്ല, അവരാകെ ഒരു എക്സസൈസ് ആയിട്ടാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. ഒരു കായികമായിട്ട് അധ്വാനം ചെയ്യുന്ന ഒരു കർഷക തൊഴിലാളിക്ക് യോഗയുടെ ആവശ്യമില്ല. അതുപോലെ ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് യോഗയുടെ ആവശ്യമില്ല. ഓഫീസിൽ ചടഞ്ഞിരുന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്കാണ് യോഗയുടെ ആവശ്യം വരിക. ആ നിലക്ക് ഒരു എക്സസൈസ് എന്നുള്ള നിലക്ക് അതിനെ കാണാം, എന്നതിൽ തർക്കമില്ല. പക്ഷെ ഈ യോഗയുടെ ഒക്കെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ടെന്നും അത് ഗംഭീരം ലോകത്തിന് മുമ്പിൽ വിൽപ്പനക്ക് വെക്കേണ്ടതാണ് പറയുന്ന ആളുകളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ. വേറൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈ ബാങ്കൊക്കെ ഡിജിറ്റലിന് ശേഷം ജനങ്ങൾക്ക് എന്താ ഗുണം? നമ്മൾ സ്റ്റേറ്റ് ബാങ്കിൽ അക്കൗണ്ട് അറിയുക, ആ അക്കൗണ്ടിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ആ അക്കൗണ്ടിൽ മിനിമം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുന്നത്. ആ അക്കൗണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കുന്നതിന് നമുക്ക് അനിയന്ത്രിതമായുള്ള കമ്മീഷൻ ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ജനങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാനും പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എവിടെയാണ് യുക്തി പ്രയോഗിക്കുന്നത്? നിങ്ങളുടെ യുക്തി മതമാണ് ഏക പ്രശ്നം എന്നതാണ്. അതിനോട് യോജിപ്പില്ല. എന്നാൽ മതത്തിന്റെ എന്തെങ്കിലും അതിന്റെ ഹോൾസെയിലോ റീറ്റെയിലോ ഡീലർഷിപ്പാലും ഞാൻ സ്വയം ഒരു മതത്തിൽ നിന്ന് പുറത്തു വന്ന ആളാണ്. പക്ഷെ ഞാൻ അത് എവിടെയെങ്കിലും കൊട്ടിഘോഷിച്ച് ഞാൻ ഈ എക്സ് മുസ്ലിം ആണെന്നോ എക്സ് ഹിന്ദു ആണെന്നോ ഒന്നും ഞാൻ കൊട്ടിഘോഷിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഈ സമൂഹത്തിലെ ചൂഷണവുമായി ഏറ്റവും നമ്മൾ ഞാൻ കാലത്തിൽ ഞാൻ മുഴുവൻ കണ്ടത് ചൂഷണമാണ്. എല്ലാം ആളുകളുടെ സാധാരണക്കാരാണ് മതത്തിൽ വിശ്വസിക്കുന്നത്. അവർ മതത്തിൽ വിശ്വസിക്കുന്നത് അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ്. ആ ആശ്വാസം കിട്ടുന്ന മതവിശ്വാസിയെ, വളരെ നിസ്വനായിട്ടുള്ള, വളരെ പാവപ്പെട്ട, വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മതവിശ്വാസിയെ ഹർട്ട് ചെയ്യുന്നതല്ല യുക്തിവാദത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ കേവല യുക്തന്മാരാണ്, നിങ്ങൾ സാമൂഹ്യ ദ്രോഹികളാണ്. നിങ്ങൾ ആദ്യം ചൂഷണം അവസാനിപ്പിക്കും. അപ്പൊ തനിയെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതത്തിന്റെ മോശം സൈഡുകളൊക്കെ തനിയെ ശാസ്ത്രം മുമ്പ് അനാചാരങ്ങളും തനിയെ ഓടി ഒളിക്കും. ഓക്കെ, താങ്ക് യു വി കെ. അലോഷ്യസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഓക്കെ. ഞാൻ മതം അങ്ങനെ പോകും. എനിക്ക് അങ്ങനെ ചോദിച്ചുകൊണ്ടായിരുന്നത് അങ്ങനെ സംശയത്തിൽ നിന്ന് അതെന്താ വെച്ചാൽ, ഓക്കെ, അദ്ദേഹം പറഞ്ഞ ആശയങ്ങളോട് ഞാൻ യോജിക്കുന്നു. ചില ഓക്കെ, മതങ്ങളെ വിമർശിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ക്ലബ് ഹൗസുകളിൽ കാണുന്നത് മതത്തെ അധിക്ഷേപമാണ് നടത്തുക. ഒരിക്കലും ഒരു വിമർശനത്തെ വിമർശനമായി തന്നെ എല്ലാ മതങ്ങളും ഏതെങ്കിലും മതങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരു രീതി മാത്രമായി ഈ യുക്തിവാദികളുടെ ഗ്രൂപ്പുകൾ മുന്നോട്ട് പോകുന്നു. അവർക്ക് ഈ സമൂഹത്തിൽ, ഇപ്പം നേരത്തെ ബി കെ പറഞ്ഞ പോലെ, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു വറീസും ഇല്ല, അവർക്ക് യാതൊന്നുമില്ല. എനിക്ക് പിന്നെ ചോദിക്കാനുണ്ടായിരുന്നത് അദ്ദേഹത്തോടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ ഒരു ചോദ്യത്തിന് വേണ്ടിയാണ് ഞാൻ കയറിയത്. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മുടെ മനോഭാവവും അല്ലെങ്കിൽ നമ്മൾ ഏതാണ് ആ വാക്ക്, പുള്ളി വിശ്വാസവും അല്ലെങ്കിൽ യാഥാർത്ഥ്യവും നമ്മളുടെ ചിന്താഗതികളും എന്ന് വെച്ചാൽ മനോരാജ്യവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് പുള്ളി ഇങ്ങനെ സംസാരിച്ചു. അത് രണ്ടായിട്ട് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുണ്ടായിരുന്നത്, ആരെങ്കിലും പറഞ്ഞു തന്നാൽ മതി, ഈ യുക്തിവാദികളുടെ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തന്നാൽ മതി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പൂപ്പൻ എന്ന് പറയുന്നത് എനിക്ക് അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു എനിക്ക് എൻ്റെ മനോരാജ്യത്തിൽ മാത്രമേ എനിക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില മനോരാജ്യങ്ങളും അല്ലെങ്കിൽ ചില ചിന്താഗതികളും ഈ വിശ്വാസമായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അതിനെ അവരെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ കയറിയത്. അദ്ദേഹം പക്ഷേ ഇവിടെ ഇല്ല. കാരണം വെച്ചാൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്, നമ്മളെ ചിന്തകൾ മാത്രമാണത്, ചിലതെല്ലാം ചിന്തകൾ മാത്രമാണ്, അത് യാഥാർത്ഥ്യങ്ങളുമായി അതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൂപ്പൻ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അതിൻ്റെ ബോധ്യമല്ല. പുള്ളി ബോധ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അതിൻ്റെ ബോധ്യമല്ല എനിക്ക് ഡയറക്റ്റ് എനിക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞിട്ടുമില്ല. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ എൻ്റെ ചിന്താഗതികളിൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ
ആ ചിന്തകളും യാഥാർത്ഥ്യവും തമ്മിൽ ബന്ധമില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ കയറിയത്. പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ അദ്ദേഹം ഇവിടെ ഇല്ല. ആരെങ്കിലും അതിനൊരു ആൻസർ പറയുകയാണെങ്കിൽ നന്നായിരുന്നു. കാരണം അതൊരു വിശ്വാസമാണ്, എന്റെ വിശ്വാസമാണ്, എന്റെ അപ്പൂപ്പൻ എന്നുള്ളത് എന്റെ വിശ്വാസമാണ്. ഞാൻ വ്യക്തമായെന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? എന്നെ കേൾക്കുന്ന തീർച്ചയായും. ഓക്കെ, മധുവിന്റെ ഭാഷയല്ല അതിന് നമ്മൾ പ്രയോഗിക്കേണ്ടത്. ഇതൊരു ജ്ഞാന സമ്പാദന മാർഗം, അതായത് അറിവ് സമ്പാദന മാർഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എടുക്കേണ്ടത്. ഈ അറിവ് സമ്പാദന മാർഗത്തിന് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു രീതി ഉണ്ട്, ഒരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രത്തിൽ അതില് ഉണ്ട്, അനലിറ്റിക് തിങ്കിങ് ഉണ്ട്, ഡയനറ്റിക് തിങ്കിങ് ഉണ്ട്, പുലർച്ചി മണി എന്നുള്ള ഒരു സാധനം കൂടെ ഉണ്ട്. യോഗ്യമായ ആൾ അറിയുന്ന അറിവുകൾ ഒരിക്കപ്പോഴും ഈ അറിവ് സമ്പാദന മാർഗത്തിലെ രീതിശാസ്ത്രം വെച്ചിട്ട് മതാത്മക ബോധങ്ങളെയോ മതവിശ്വാസങ്ങളെയോ ദൈവവിശ്വാസത്തെയോ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പൈതൃകത്തെ നമ്മൾ അറിയാഭായിട്ട് നമ്മുടെ മാർഗങ്ങളുടെ പല കാര്യങ്ങളും വെച്ചിട്ടാണ് മതവിശ്വാസത്തിൽ പൈതൃകങ്ങളെ എടുക്കുന്നതും ചരിത്രങ്ങളെ എടുക്കുന്നതും അറിവുകൾ. ഇപ്പോ ഭൂമിയുടെ ഉത്ഭവത്തെ കുറിച്ചിട്ടും മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ചിട്ടൊക്കെ ഇത്തരം അറിവ് സമ്പാദനങ്ങൾ എടുക്കുന്നത് അതിന്റെ രീതി നേരെ അതിർക്കെല്ലാം പഠിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇത്തരം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് മധുവിന്റെ ഭാഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ ഭാഷ്യമാണ്, എന്റെ അറിവിന്റെ പരിമിതിയെ. ഞാൻ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. എനിക്ക് അദ്ദേഹത്തിൽ നിന്നും അത് കിട്ടിയിരുന്നെങ്കിൽ, അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്നാണല്ലോ അദ്ദേഹം. അപ്പൊ എനിക്കത് കൺവിൻസ്ഡ് ആയേനെ എന്നിട്ട് തോന്നല് എനിക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അദ്ദേഹം വരുമെന്നുള്ളത് നോക്കാം. പച്ച ജോർജ് ചേട്ടാ സംസാരിക്കും. ഇവിടെ ഉണ്ടോ ജോർജ് ചേട്ടൻ? ഇവിടെ ഉണ്ടോ? ഹലോ, പറയൂ. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ ജോർജ് ചേട്ടാ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അല്ല, ബി.കെ ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. പുള്ളിയായിട്ട് ഞാനായിട്ട് 1-2 സ്ഥലത്ത് പോകുമ്പോൾ ഓർത്തിട്ടുള്ളതാണ്. അതൊരു തെറ്റല്ലല്ലോ. അല്ല, ഓക്കെ, അതിന്റെ അല്ല. പുള്ളി ഇടതുപക്ഷക്കാരൻ തെറ്റല്ലെന്നല്ല. പുള്ളി വൺ സൈഡിൽ നിന്ന് പുള്ളി പറയുള്ളൂ. പുള്ളി എപ്പോഴും സംഘീനെ കയറി പിടിക്കുള്ളൂ. ഇപ്പൊ യോഗയുടെ കാര്യത്തിൽ പുള്ളി പറയുന്നത് നിങ്ങളെ ഇടയിൽ കയറണെന്തിനാ? നിങ്ങളെ ഇടയിൽ കയറുള്ളത് എനിക്കറിയാം. നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് നിങ്ങളെ ഇടയിൽ കയറുള്ളൂ. പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഇടയിൽ കയറുള്ളത് എനിക്ക് നല്ല വ്യക്തമായിട്ട് നേരത്തെ അറിയാം. അപ്പൊ അത് കാരണം കൊണ്ട് അതിന്റെ വേണ്ട, എനിക്കൊന്നും പറയാനുള്ള അവസരം എന്താ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറ. അതായത് ബി.കെ പറയുന്നതിന്റെ എന്ന് പറഞ്ഞാല് യോഗയുടെ കാര്യത്തില് എന്താണ് ഇടതുപക്ഷക്കാര് കാണിച്ചു കഴിഞ്ഞാല് അവര് എക്സസൈസും മറ്റവര് കാണിച്ചു കഴിഞ്ഞാൽ മതപരമായിട്ട്, അതായത് സംഘീയ മതമായിട്ടുള്ള ഒരു ഇതാണ് പുള്ളി പറയുന്നതിന്. അപ്പൊ ഒരു ഇത് കേൾക്കണം. ഇവിടെ വി.എസ്. അച്യുതാനന്ദൻ യോഗ ചെയ്യുമ്പോഴും ഒന്നുമല്ല, നല്ല പച്ചയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1 മാസമായിട്ട് ഞാൻ ക്ലബ് ഹൗസിൽ നിന്ന് മാറിയിരിക്കണാണ്. വി.എസ്. അച്യുതാനന്ദൻ യോഗ ചെയ്യുമ്പോ അത് ഒരു ഇടതുപക്ഷ ചിന്താഗതിയിലും, കാരണം നിങ്ങൾക്ക് യൂട്യൂബിലെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും യോഗ ചെയ്യുന്ന താങ്കൾ കണ്ടിട്ടുള്ള പല ഇടതുപക്ഷ മന്ത്രി അടക്കം നമ്മളും ഇടപെടുന്നത്. അല്ല, എനിക്ക് പറയാനുള്ള എനിക്ക് 1 മിനിറ്റ് മതി. ഞാൻ പറഞ്ഞത് അയാൾ ഒരു കോൺഗ്രസ്സുകാരന് എന്തോന്നിത് ഒരു കോൺഗ്രസ്സുകാരന് അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാവും. പിന്നെ ഒരു നരേന്ദ്രമോദി അവൻ സംഗീതം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ സത്യസന്ധമായി ബിക്ക് അവിടെ നിക്കി. അയാളെ തൊഴിലാ കുഴപ്പമില്ല, അത് ദേവപ്രതിഷ്ഠ പറഞ്ഞു മനസ്സിലായ? ഇതേ സിസ്റ്റമാണ് താങ്കൾ യോഗയുടെ കാര്യത്തിലും പറഞ്ഞത്. യോഗ ചെയ്തപ്പോ അത് ഓക്കെ.
നിങ്ങൾ താങ്കളെ പോലുള്ള ഈ ഈ ഈ ഈ വെറും ഈ മൂന്നാംകിട ഇടതുപക്ഷ രാഷ്ട്രീയമില്ലേ, അത് താങ്കൾ ആദ്യം നിർത്ത്. അത്ര എനിക്ക് താങ്കളോട് പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും ഞാൻ എനിക്ക് പറയാനുള്ളൂ. നമ്മള് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കും. അതെ അതെ, വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കും. അതാ പറഞ്ഞത് തന്നെയുണ്ട്. സ്വന്തം കാല് മാറ്റി വെച്ചിട്ടാണ് യുക്തമായി കളിയാക്കുന്നത്. ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞ ഇവിടെയും പറയുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്താള് യൂണിറ്റിക്ക് സംസാരിക്കണം പറഞ്ഞു. ഈ പച്ചച്ചെമ്പരത്തി ഇവിടുന്ന് പോയെങ്കിലോ പെട്ടെന്ന് ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. അയാളുടെ ഒരു രീതി അങ്ങനെയാണ്, അയാൾ പെട്ടെന്ന് മുങ്ങും. 30 സെക്കൻഡ് പറയും, 30 സെക്കൻഡ് കൊണ്ട്. അതായത് ഞാൻ മലയാളത്തിലാണ് പറഞ്ഞത്. ഈ യോഗ എന്നുള്ളതിന്റെ ഒരു എക്സസൈസ് എന്ന് പറയുന്ന ഒരു കായിക അഭ്യാസം അല്ലെങ്കിൽ കായിക ഒരു വ്യായാമം എന്ന നിലക്ക് ഉപയോഗിക്കുന്നവരും അതിന്റെ അടിയിൽ വലിയ കുണ്ടലിനിയെ ഉണർത്തലാണ് എന്ന രീതിയിലൊക്കെ പറയുന്ന ആളുകളുമുണ്ട്. അപ്പോ ഇതിനകത്ത് ഇത്രയും യുക്തിരഹിതമായിട്ടുള്ള ഒരു സാധനം ഹിന്ദു സമൂഹം കൊണ്ടു നടക്കുന്നുണ്ട്. അത് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ഈ വിശ്വാസങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ മറ്റേതൊരു മതത്തെയും വിമർശിക്കുന്നത് പോലെ ഇപ്പോ എല്ലാ മതങ്ങളും വിമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഹിന്ദു സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇപ്പൊ കേരളത്തിലാണ് കുറച്ച് കുറവുള്ളത്. അപ്പുറം അതിർത്തി വിട്ടു കഴിഞ്ഞാൽ എന്താ സ്ഥിതി? അപ്പൊ അതാണ് ഞാൻ മലയാളത്തിൽ അയാളോട് ഒരു കഴുതയെ നമുക്ക് വെള്ളത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ വെള്ളം മറ്റു മതങ്ങളിൽ അന്ധവിശ്വാസം ഞാൻ സ്വന്തം കാലം മന്ത് മറച്ചിട്ടാണ് മന്ദിനെ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഒരു 10 സെക്കൻഡോട് നിർത്തണം, അടുത്ത ആളിലേക്ക് പോകണം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാനിവിടെ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ്. എല്ലാ മതങ്ങളെയും ഒരുപോലെ പിന്നെ ഈ യുക്തന്മാർക്ക് വിമർശിക്കാൻ പറ്റുമോ? മതവിമർശനം എന്ന നിലക്കാണ്. മതം ഞാൻ കേട്ടിരിക്കാറുണ്ട്. കാരണം മതനിന്ദ കേട്ടിരിക്കുന്നവരാണ് ഈ സ്ത്രീകള്. അവരുടെ റൂമുകളിൽ ഇപ്പൊ മംഗലാപുരത്തും കാസർഗോഡും കർണാടകത്തിലും മംഗലാപുരത്തിലും പിന്നെ മധ്യപ്രദേശിലും ഒക്കെ ഈ ക്രിസ്ത്യൻ കട്ടടയാണ്. അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. അത് ഈ ക്രിസ്ത്യൻജിയുടെ എല്ലാ പഞ്ചായത്തിലേക്കും അടഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ പറയുന്നതിന്റെ പകുതി മാത്രം കേട്ടിട്ട് ഇവിടെ സന്തോഷം. ഞാനേ റിക്വസ്റ്റ് എന്തായാലും പറയുമ്പോ ജോർജ് പച്ച ഇടക്ക് മൈക്കെടുക്കരുത് കേട്ടോ. കാരണം ഞാൻ പരമാവധി താങ്കൾക്ക് പരമാവധി എന്നാ പോയിക്കോളൂ. എന്നിട്ട് അവിടെ ഇരുന്നാലും കേൾക്കാലോ, വേണ്ടപ്പോൾ വന്നാൽ മതി. കാരണം ഈ ക്ഷമയില്ലാത്ത ആളുകൾക്ക് നല്ലത് അതാണ്, എല്ലാ ഭാഗത്തോട്ടും. ഈ ഒരു ഭാഗത്തു നിന്നല്ല. അപ്പൊ നമ്മള് വിഷയത്തിലേക്ക് വരിക. ഈ BK ബ്രോ ഇവിടെ ആദ്യം സംസാരിച്ച വിഷയങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ കേട്ടിരുന്നു. ഞാൻ അതിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുകാരനാണ്. ഒന്നൊഴികെ ഒരു എക്സ് മുസ്ലിം ആയിട്ട് ആണ് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ള അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടിൽ എനിക്ക് തിരുത്തുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനോട് ഞാൻ യോജിക്കുന്നു. ഓക്കെ. കാരണം അത് ഈ മതത്തിന്റെ അല്ലെങ്കിൽ അന്ധതയുടെ അടിസ്ഥാനത്തിലെ ശാസ്ത്രീയതയെ വെളിവാക്കുന്ന രീതിയിലുള്ള ആ ഒരു യോഗയെ സമീപിക്കുന്നതൊക്കെയാണ് അദ്ദേഹം പോയിന്റ് ചെയ്ത്. അത് എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ ഒരു എതിർപ്പിനോ ചർച്ചക്കോ വേണ്ടിയിട്ടൊക്കെയാണ് ആളുകൾ അതിനെ പിന്നെ കൗണ്ടർ ചെയ്ത് സംസാരിക്കുന്നത്.
അപ്പോ ഇവിടുത്തെ വിഷയം നമ്മൾ ഈ ക്ലബ് ഹൗസിലൊക്കെ കാണുന്ന മതം വിറ്റ് ജീവിക്കുന്ന യുക്തിവാദികൾ എന്ന ലൈസൻസ് എടുത്ത കേവല യുക്തിവാദികളെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ എന്താ വെച്ചാല് ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നുള്ളതാണ്. ഞാൻ പലവട്ടം ഈ ക്ലബുകളിലും ഇവരെ സംസാരങ്ങളും നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോ ഇവർ ഏറ്റവും കൂടുതൽ ഇവർ ക്ലബുകളിലെ ടൈറ്റിൽ ഇട്ടിട്ട് സംസാരിക്കുന്നത് രണ്ട് സെമിറ്റിക് മതങ്ങൾക്കെതിരെയാണ്, ക്രിസ്ത്യാനിറ്റി, മുസ്ലിം. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലെ ഒരു ഭൂരിപക്ഷം മതവിശ്വാസികളും അവരും പൂർണ്ണമായി സയന്റിഫിക്കും അതൊന്നും അല്ല. നമ്മൾ നേരത്തെ ബി കെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു മതത്തിനെയും പിന്നെ അതിനെ ഇകഴ്ത്താനോ മോശമായി ചിത്രീകരിക്കാനോ അല്ല പറഞ്ഞത്. പക്ഷെ അവരിലെ അതല്ല അങ്ങനത്തെ കാര്യങ്ങളെ പോയിന്റ് ചെയ്യാൻ ഈ യുക്തി അഡ്രസ് ചെയ്യുന്ന ആളുകൾ ശ്രമിക്കുന്നതായിട്ട് കാണാറില്ല. നമുക്കതിൽ സങ്കടം ഉണ്ടായിട്ടല്ല പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ മനുഷ്യന്റെ ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പൊ നേരത്തെ സ്റ്റേറ്റ് ബാങ്ക്, അതായത് എല്ലാ ഫെഡറൽ ബാങ്ക്, അതുപോലത്തെ ബാങ്കിങ് അക്കൗണ്ടുകള്, മറ്റു വിഷയങ്ങള്, വാക്സിനേഷന്, ഡാറ്റ സമാഹരണം ഇത്യാദി പൊതുകാര്യങ്ങളിൽ ബുദ്ധിയും ചിന്താഗതിയും മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും കഴിവുള്ള ആളുകളാണെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് മേഖലകൾ വേറെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊന്നും കാര്യമായ ഇൻവോൾവ്മെന്റ് ഈ വ്യക്തികളെ കക്ഷികളിൽ നിന്ന് കാണാറില്ല. പിന്നെ ഇവിടെ വ്യക്തികളെ എടുത്ത് മോശമായിട്ട് അങ്ങനെ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സ്ഥിരം കുറെ മെമ്പേഴ്സ് അതില് ഈ ഒരു പ്രത്യേക തരം ഒരു അജണ്ടക്ക് വേണ്ടി ഇങ്ങനെ കൊറ്റി മീൻ പിടിക്കാന് പിന്നെ ഈ കായലോരത്തിരിക്കുന്ന അതേപോലെ ഒറ്റക്കാലിൽ ഇരിക്കുന്നതായിട്ട് കാണും. കാരണം ഏതെങ്കിലും ആളുകൾ, ഏതെങ്കിലും ചിന്താധാരയിലുള്ള ആളുകൾ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലുമ്പോൾ ഒരൊറ്റ വീഴലാണ് അയാളെ തലയിലേക്ക് ഒന്നിച്ച്. അങ്ങനത്തെ ഒരു സമീപനം അവരിന്ന് കാണുന്നുണ്ട്. ഈ കഴിവുള്ള ആളുകളും യുക്തിയുള്ള ആളുകളിൽ നിന്നും സമൂഹ നന്മക്ക് വേണ്ടിയിട്ടുള്ള ചിന്തയും ആ ചിന്തയിൽ ഊന്നിയ പ്രവർത്തനവും ഒക്കെയാണ് വരുന്നതെങ്കിൽ ഈ കാഴ്ചപ്പാടിലൊന്നും ആർക്കും എത്താൻ കഴിയില്ല. ഇത് മതം വിൽക്കുക, അതുവഴി ആളുകളെ കൂട്ടുക, അതുവഴി എന്റർടൈൻമെന്റ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമുക്കാർക്കും എത്താൻ കഴിയില്ല. ഇപ്പൊ അങ്ങനെ എത്താനാണ് താല്പര്യം, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഓക്കെ, റെജി സംസാരിച്ചിരുന്നോ? റെജി എനിക്ക് സംസാരിക്കാമോ? സംസാരിക്കും. എന്റെ ശബ്ദം കേൾക്കാമോ? ലേശ സൗണ്ട് കുറവുണ്ട്, കുറച്ചുകൂടെ ഉച്ചത്തിൽ സംസാരിച്ചാൽ കേൾക്കാം. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ആണല്ലേ? ഞാൻ വടക്കേന്ത്യയിലാണ്, ഉത്തരാഖണ്ഡിലാണ്. ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. എങ്കിലും ഞാൻ എന്റെ അനുഭവത്തിൽ ഈ കുറഞ്ഞ ഒരു 4 ദിവസമാണ് ഞാൻ ക്ലബ് ഹൗസിൽ വന്നിട്ട് യൂട്യൂബിൽ പല മതസംഭാഷണങ്ങളും ചർച്ചകളും കേൾക്കാറുണ്ട്. എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഇന്ന് ക്രൈസ്തവനായിരിക്കെ തന്നെ ഞാൻ പറയുന്നു, ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ചില ആളുകൾക്ക് ഒരു ഹോബിയായി തീർന്നിരിക്കുകയാണ്. കാരണം ഇത് ഞാൻ ഒരു ക്രൈസ്തവ വേദിയിൽ ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മതം നിന്ന് അരുത്, മതത്തിന്റെ ദർശനങ്ങളെ ഗ്രഹിക്കണം. ഇസ്ലാമിനൊരു ദർശനമുണ്ട്, അത് ഗ്രഹിക്കണം. ക്രൈസ്തവ മതത്തിനൊരു ദർശനമുണ്ട്, നിങ്ങൾ അത് ഗ്രഹിക്കണം. നിങ്ങൾ ദർശനത്തിന്റെ ലെവലിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അനക്ഡോട്ടുകളും സംഭവങ്ങളും ഒക്കെ ആണെങ്കിൽ ധാരാളം പറയാറുണ്ട്. അത് പറഞ്ഞാൽ ആ പരസ്പരം നിന്ദിക്കാൻ മാത്രം ഇടയാളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അധികമായി ഒരു ക്രൈസ്തവ ഗ്രൂപ്പിൽ എന്നെ എതിർക്കുകയും എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിടുകയും 1 മണിക്കൂറോളം എന്നെ പരിഹസിക്കുകയൊക്കെ ചെയ്തു. ഇത് ഞാൻ ആദ്യത്തെ തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറയട്ടെ. ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു, 332 ക്രൈസ്തവ ദേവാലയങ്ങൾ വടക്കേന്ത്യയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഒരൊറ്റ ആലയം പോലും ഒരു മുസൽമാൻ ആക്രമിച്ചതായി കേട്ടിട്ടില്ല. അവർ സഹായിച്ചതേ ഉള്ളൂ, ആക്രമിച്ചതായി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. വേറെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ആ ഗ്രൂപ്പിൽ പറഞ്ഞു, തീവ്രവാദം ഒരു മതസംഘടനയെയും ഒരു മതത്തിന്റെയും കുത്തകയല്ല. എല്ലാ മതങ്ങളും അതാത് രാജ്യങ്ങൾ അവർക്ക് മേൽക്കോയ്മയുള്ളിടത്ത് അതാതിന്റെ തീവ്രവാദ ഭാവമുണ്ട്. അത് ക്രൈസ്തവരാകട്ടെ, അത് ഹിന്ദുമതമാകട്ടെ, ഇസ്ലാം ആകട്ടെ, എല്ലായിടത്തും ഒരു ഫ്രിഞ്ച് എലമെന്റ് കാണും. അതുകൊണ്ട് അത് വെച്ച് ഒരു മതത്തെ മുദ്രയിടരുത് എന്ന് ഞാൻ എപ്പോഴും എല്ലാ ഗ്രൂപ്പുകളും പറയാറുള്ളതാണ്. മൂന്നാമതൊരു പോയിന്റ് പറഞ്ഞത്, ചില ആളുകൾ പറഞ്ഞു അത് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കണം, ഇല്ലാതാക്കണം എന്നൊക്കെ ഇസ്ലാമിൽ പറയുന്നുണ്ടല്ലോ എന്ന്. ഞാൻ അവരോട് ചോദിച്ചു, 1400 വർഷം മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 150 വർഷം മുമ്പ് ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ മതങ്ങളെ 2ാം തരം പൗരന്മാരായി കാണണമെന്നും അവരെ ഓടിക്കണമെന്നും ഇന്നും പറയുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പ്രതിനിധികൾ ഈ മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നു, ഈ വിശുദ്ധന്മാർ കൂട്ടുന്നു പങ്കെടുക്കുന്നു. അപ്പോൾ ഞാൻ അതിനെ എതിർത്തിട്ടുണ്ട്. ഈ 2 പോയിന്റിൽ ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഒന്ന്
എന്റെ ആ പോയിന്റ് എല്ലാവർക്കും വ്യക്തമാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇനി ഞാൻ അടുത്തൊരു പോയിന്റിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ സംസാരിക്കും, കൂടുതൽ പറയില്ല. അടുത്തൊരു പോയിന്റിലേക്ക് ഞാൻ കടന്നു വരാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാമിന്റെ സംഭാവനകളെ വാസ്തവത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ആൾജബ്ര ഇസ്ലാമിന്റെ സംഭാവനയാണ്. ആൾജബ്ര അത് യൂറോപ്പിന്റെ അല്ല, അത് ഇസ്ലാമിന്റെ സംഭാവനയാണ്. നമ്പറുകൾ 0, 1, 2, 3 എന്നുള്ള നമ്പറിന്റെ പൂർവ്വരൂപം മാത്രം ഇന്ത്യയിലുള്ളൂ. ആ നമ്പറുകൾ അറബി കച്ചവടക്കാരിൽ കൂടെ യൂറോപ്പിൽ കടന്നിരുന്നുകൊണ്ടാണ് ഇന്നത്തെ ഫോമിലുള്ള 1, 2, 3. അതുകൊണ്ട് ഹിന്ദു അറബിക് ന്യൂമറൽ എന്നാണ് പലപ്പോഴും യൂറോപ്പിൽ തന്നെ വിളിക്കുന്നത്. ആസ്ട്രോണമി വിശേഷിച്ച് ഈ ഏതാണ്ട് ഈ ആധുനിക വർഷം ഈ BC AD ഞാൻ പറയുന്നത് ക്ഷമിക്കുക. അപ്പോൾ ഈ മോഡേൺ എറായിൽ ഏകദേശം 1000 ഈ കഴിഞ്ഞൊരു 10 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല മൂർധന്യ, അതിന്റെ ഗോൾഡൻ ഏജിൽ ഉള്ള എഴുത്തുകളുണ്ട്, ആസ്ട്രോണമി ഉണ്ട്, ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസ് ഉണ്ട്, ഇതിന്റെ സംഭാവനയുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കുമ്പോൾ ഒരു പീരങ്കി ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും നല്ല ടെക്നോളജി എന്ന് തുർക്കികൾക്കാരുന്നുണ്ടായിരുന്നു. അവർക്ക് മിലിറ്ററി ഡോക്ടറിൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വക കാര്യങ്ങളൊന്നും ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ ഹൈലൈറ്റ് ചെയ്തില്ല. നിങ്ങൾ അത് ഹൈലൈറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെയുള്ള കൾച്ചറൽ ഡിസ്കോഴ്സുകൾ വരുമ്പോൾ ഇസ്ലാമിന്റെ സംഭാവനകൾ എന്താണെന്ന് പുറത്തറിയുന്നില്ല, അത് തീർച്ചയായിട്ടും അറിയിക്കേണ്ടതുണ്ട്. വേറൊന്നും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പല വിമർശനങ്ങളും ഇന്ത്യയിലെ രാഷ്ട്രീയ കാറ്റ് കണ്ടിട്ടാണ് പല ഈ മതത്തെ വെറുക്കുന്നവരെന്ന് പറയുന്നവരും അല്ലെങ്കിൽ നിരീശ്വരവാദികളോ അല്ലെങ്കിൽ നാസ്തികരോ എന്ന് പറയുന്നവരൊക്കെ ഇന്നത്തെ മതത്തിന്റെ അന്തരീക്ഷം കണ്ടിട്ടാണ് ഈ എതിർക്കാൻ ഇവർക്ക് ഉത്സാഹമുള്ളത്. അതങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ശരി, മതങ്ങളെല്ലാം മാറിപ്പോയെന്ന് വെച്ചുകൊള്ളുക, എല്ലാ മതങ്ങളും മാറി. മതത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മതം ഒരു മനുഷ്യനിൽ അവന്റെ കൺസൈൻസിൽ ചില നീതി ബോധങ്ങൾ സൃഷ്ടിക്കും. അതൊരു യുക്തിക്ക് സൃഷ്ടിക്കാൻ പറ്റുകയില്ല. അതിന് വ്യക്തമായ ചരിത്ര തെളിവുകളുണ്ട്. ജർമ്മനിയിൽ മതങ്ങളെല്ലാം അങ്ങ് മാറി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മതത്തിന്റെ ഒരു നാമധേയ രൂപം മാത്രമേ ജർമ്മനിയിലുള്ളൂ. ജർമ്മൻകാർ 1920-കളിൽ 1910-കളിൽ വളരെ ബൗദ്ധ്യമായി ഉയർന്ന നിലവാരമുള്ളവരായുണ്ട്. അവരുടെ ചിന്തകളൊക്കെയും മതത്തിന് അതീതമായി യുക്തിയിൽ കൂടെയാണ് ചിന്തിച്ചിരുന്നത്. ഈ ഹിറ്റ്ലറുടെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന ഏകദേശം 90% ആളുകളും എവല്യൂഷൻ തിയറിയുടെ ബേസിക് കൺസെപ്റ്റ്, ഡാർവിനിയൻ എവല്യൂഷന്റെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ള ആ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചവരാണ്. ഈ ലെബൻസ്റോ എന്ന് പറയുന്നൊരു വാക്കുണ്ട്, ലിവിങ് സ്പേസ്, ജീവിക്കാൻ ഞങ്ങൾക്ക് സ്ഥലം വേണം. അപ്പോൾ ഇതൊക്കെ എവല്യൂഷൻ തിയറിയാണ് അവർ വളരെ ആശ്രയിച്ചിട്ട് അതിന്റെ മോട്ടോകളാണ് അവരുടെ കംപ്ലീറ്റ് പബ്ലിക് പോളിസിയിൽ ഉണ്ടായിരുന്നത്. അതിന്റെ ഫലം എന്താണ്? മതമെടുത്ത് മാറ്റിയിട്ട് എന്താ സംഭവിച്ചത്? അത് ജർമ്മനിയിൽ മാത്രമല്ല, അമേരിക്കയിലും ഫലിതമായിരിക്കുന്ന ചാരിറ്റി വർക്കുകൾ എവല്യൂഷൻ വിരോധമാണ്. മനുഷ്യന്റെ എവല്യൂഷന് വിരോധമുണ്ട്. ചാരിറ്റികൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ള ഒരു വലിയ ബൗദ്ധിക പ്രചരണം, അത് യൂജനിക്സ് എന്നൊരു ശാഖ തന്നെ ശാസ്ത്രത്തിലുണ്ടായി. അത് പ്രകാരം അനേക ബ്ലാക്സിനെ അവർ നിർബന്ധിതമായിട്ട് അവരെ ഈ വന്ധ്യകരണം ചെയ്തു. ഇത് ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്താണ് യുക്തിവാദത്തിന്റെ കോൺട്രിബ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, യുക്തിവാദത്തിന്റെ അതിന്റെ ലോജിക്കൽ എൻഡ് എന്ന് പറയുന്നത് യുദ്ധവും കലാപവുമാണ്. മനുഷ്യന്റെ മനസ്സിന്റെ കൺസൈൻസ് എടുത്ത് മാറ്റിക്കളയുക. പിന്നെ ഒരു 12,000 യഹൂദന്മാരെ കൊല്ലുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്തുകൊണ്ടാണ് ഈ ഡെസ്കുകൾ ഇരുന്ന് ഈ ഇത്രയും ആളുകളെ കൊല്ലുവാൻ ഉത്തരവിടുന്നവർക്ക് യാതൊരുവിധ മനസാക്ഷിത്വം ഇല്ലാതിരുന്നത്? കാരണം അവരുടെ ഹൃദയത്തിൽ നിന്ന് മനുഷ്യൻ ആത്മാവില്ല, മനുഷ്യന്റെ ഒരു ജന്തുവാണ്, മനുഷ്യൻ എന്ന് പറയുന്ന മൃഗങ്ങളിൽ നിന്ന് യാതൊരു വ്യത്യാസമില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണെന്ന് പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ജർമ്മനിയിലുള്ള ആളുകൾക്ക് ഇത്ര ഭീകരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളത്? ഇന്നും യുക്തിയുടെ രൂപത്തിലാണ് സമൂഹം പോകുന്നെങ്കിൽ ഇന്ന് ഇത്രയും കാലം മതങ്ങൾ ചെയ്തതിനേക്കാൾ ഒരു 100 മടങ്ങ് ദുഷ്ടതകൾ യുക്തിവാദ ബന്ധമായിരിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് വ്യക്തമായിട്ട് ഞാൻ ജർമ്മനിയുടെ ചരിത്രം വളരെ അടുത്ത പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിന്റെ എവിഡൻസുകൾ ചോദിച്ചാൽ വളരെയധികം പറയാനുണ്ട്. ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ യഹൂദന്മാരെ കൊന്നൊടുക്കണമെന്ന് അവിടുത്തെ മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, അവിടുത്തെ സയന്റിഫിക് എസ്റ്റാബ്ലിഷ്മെന്റ്, അവിടുത്തെ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ബലമായി വിശ്വസിക്കാൻ തക്കമുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് സയന്റിഫിക് ഡോക്ടറിൻ ഉണ്ടായത്. അപ്പോൾ ഒരുവന്റെ നീതിബോധത്തെ അകറ്റി നിർത്തിയ ശേഷം ഉള്ള ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രം പോലെ ഒരു കറിക്കത്തിയാണ്, അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഒരു മനുഷ്യന്റെ യുക്തി കൊണ്ട് മാത്രം അവന് നീതിബോധം ഉണ്ടാവണമല്ലോ. യുക്തി അവനെ നീതിബോധം പഠിപ്പിക്കില്ല. യുക്തിയിൽ ഒരാളോട് ഇപ്പൊ ചോദിക്കുകയാണ്, ഹിറ്റ്ലർ നല്ലവനാണോ ദുഷ്ടനാണോ എന്ന് ചോദിച്ചാൽ, ഒരു എവല്യൂഷൻ തിയറിയിലുള്ള ഫിലോസഫി ബേസ് ചെയ്ത് ഹിറ്റ്ലറെ എങ്ങനെ ഒരു വ്യക്തി വിലയിരുത്തും?
പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഹിറ്റ്ലർ നല്ലവനുമല്ല ദുഷ്ടനുമല്ല, ഹിറ്റ്ലർ പ്രകൃതിയുടെ നിയമം അനുസരിച്ചു, എവല്യൂഷൻ തിയറിയുടെ നിയമം അനുസരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലഹീനമായതിനെ നീക്കി മനുഷ്യന്റെ എവല്യൂഷനെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഹിറ്റ്ലർ ഉയർത്തി പ്രൊമോഷൻ കൊടുത്ത് അങ്ങനെ ഒരു നല്ല മനുഷ്യനാണെന്നല്ലേ പറയുള്ളൂ. സ്നേഹത്തിന് എവല്യൂഷനോടെ സ്ഥാനമുള്ളത്. 2007 ഒരു പുസ്തകത്തിനകത്ത് എവല്യൂഷൻ തിയറിക്കകത്തുന്ന ഫിലോസഫിക്ക് ഒരു ആധുനിക ഡെമോക്രസിയുടെ ഒരു വാല്യൂ സൃഷ്ടിക്കാൻ കഴിയില്ല എന്നൊരു പുസ്തകം, ഞാൻ പുസ്തക സൈറ്റേഷൻ ആവശ്യമുണ്ടെങ്കിൽ ബാക്ക് ചാനൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല, ഡാർവിൻ എന്നാണ് ബുക്കിന്റെ പേര്. ആധുനികമായിരിക്കുന്ന ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയുടെ നിലനിൽപ്പിന് ആവശ്യമായ യാതൊരുവിധമായിരിക്കുന്ന വാല്യൂസും എവല്യൂഷൻ തീർന്ന് സൃഷ്ടിക്കാൻ കഴിയില്ല. ഞാൻ ഈ പല യുക്തിവാദികളും സംസാരിക്കുമ്പോൾ ഇവർ പലരും യൂട്യൂബിനകത്ത് ഇന്നയാള് പറഞ്ഞു അന്നാള് പറഞ്ഞു എന്ന് പറഞ്ഞ അവിടെ കേൾക്കുന്ന കഥകളൊക്കെ കൂടി ഇറക്കുകയാണ്. അവർക്കും മറവില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള യുക്തിവാദം കേട്ട് ചെവിക്കൊണ്ട് പറയുന്നല്ലാതെ അവരിൽ യുക്തി ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അവർ ചരിത്രത്തെ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ 20-ാം നൂറ്റാണ്ട് ചരിത്രം മനസ്സിലാക്കുന്നില്ല. അതിഭീകരമായ കൊലപാതകങ്ങൾ, യുക്തിയിൽ കൂടെ മുമ്പോട്ട് പോയ സമൂഹങ്ങളിൽ നീതിബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ സമൂഹത്തിന്റെ മനസാക്ഷി എന്നൊരു സംഭവം മാറ്റപ്പെടുകയാണ്. സമൂഹത്തിൽ മനസാക്ഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു 6 ലക്ഷം യഹൂദന്മാരെ കൊല്ലുന്നതോ അല്ലെങ്കിൽ ഒരു മതന്യൂനപക്ഷത്തെ കൊല്ലുന്നതിന് പിന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ന് ഇന്ത്യയിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെ ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ ക്ഷമിക്കുക, ഇവരെയും എപ്പോഴും രണ്ടാം തരം പൗരന്മാരായി കാണണമെന്ന് എഴുതി വെച്ച ആളുകൾ അവരും യുക്തിവാദികളായിരുന്നു. സവർക്കർ യുക്തിവാദിയായിരുന്നു. അതുകൊണ്ട് ഈ യുക്തിവാദം എന്ന് പറയുന്ന സംഭവം അതിന്റെ ലോജിക്കൽ എൻഡിൽ എത്തിയാൽ അത് യൂജനിക്സിലെത്തും, അത് റാസിസത്തിലെത്തും. എവല്യൂഷൻ തിയറി ആ റാസിസത്തിന് പെർഫെക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു അഡ്വാൻസ്ഡ് സൊസൈറ്റി ഈ എവല്യൂഷൻ എവല്യൂഷൻ തിയറിയിൽ നിന്ന് വരുന്ന ഫിലോസഫി അതല്ല പോയിന്റ്. എവല്യൂഷൻ തിയറി അല്ല. എവല്യൂഷൻ മൊത്തത്തിൽ തന്നെ ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയാം. എവല്യൂഷൻ എന്ന് പറയുന്നതിന് ജനാധിപത്യമായ ഒരു പുലബന്ധവുമില്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? ഇല്ല, ഞാൻ പറഞ്ഞു വന്നതിൽ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ ഉദ്ദേശിക്കുകയാണ് എവല്യൂഷൻ തിയറിക്കകത്തുനിന്ന് വരുന്ന ഒരു ഡിറൈവ് ചെയ്യുന്ന അല്ല, ഫിലോസഫി, അങ്ങനെ പ്രത്യേകിച്ച് പറയരുത് നിയോ റജി. ഡാർവിനിയൻ റജി, എവല്യൂഷൻ. ഡാർവിന്റെ എവല്യൂഷൻ തിയറി എന്നല്ല, എവല്യൂഷനിൽ തന്നെ ജനാധിപത്യം എന്നുള്ള സാങ്കേതിക സ്ഥാനമില്ല. അത് അല്ല, ഞാൻ ആ പുസ്തകത്തെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്, ആ എഴുത്തുകാരൻ പറഞ്ഞാണ്. കാരണം എന്റെ അഭിപ്രായമല്ല പറഞ്ഞത്, ആ പക്ഷെ എഴുത്തുകാരന്റെ അത് പുസ്തകത്തിൽ തെറ്റായി എഴുതിയിരിക്കുന്നു. പോകൂലേ? കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു തിയറി രൂപീകരിക്കുമ്പോ അത് എവല്യൂഷൻ ഓക്കെ, എന്ന് പറയുന്ന മനുഷ്യന്റെ അല്ല ജീവ പരിണാമത്തിന്റെ ഒരു തിയറം ഞാൻ കൊണ്ടുവരുന്നത് പ്രാക്ടിക്കലി അത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ ആ എവല്യൂഷനകത്ത് ജനാധിപത്യം എന്ന് പറയുന്ന സംഘടനയ്ക്ക് സ്ഥാനം ഇല്ല എന്നുള്ളത് കൃത്യമായും ഞാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ പറയുന്നത് എവല്യൂഷൻ തിയറിക്കകത്ത് ജനാധിപത്യത്തിന് സ്ഥാനം ഇല്ലെന്നല്ല, എവല്യൂഷനിലേ ജനാധിപത്യത്തിന് സ്ഥാനമില്ല. ആയിരിക്കാം ഞാൻ അത്രയും കയറ്റി പറയുന്നില്ല. അങ്ങനെ അതൊരു ഞാൻ അതല്ല, പറയുന്നത് അതൊരു അതിന്റെ സയന്റിഫിക് ഫിലോസഫി. സത്യം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സത്യം തന്നെയാണ്. കാരണം എവല്യൂഷനിൽ ജനാധിപത്യം ഇല്ല, ഈ തുല്യതയില്ല, അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും എവല്യൂഷനിലുള്ള സാധ്യത ഇല്ല. അല്ലെ, ചില ഈ ലിൻ മാർഗുലിസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ഉണ്ട്, അവർ വേറെ ഒരു ഓൾട്ടർനേറ്റീവ് എവല്യൂഷൻ തിയറി അവർ ഫോം ചെയ്തിട്ടുണ്ട്. അതൊരു കോപ്പറേറ്റീവ് എവല്യൂഷൻ കേട്ടോ. അങ്ങനെയല്ല, തിയറി നമുക്ക് ഏത് വേണോ കൊണ്ടുവരാം. പക്ഷെ ജീവിതവർഗത്തിനിടയിൽ നടന്ന കാര്യങ്ങളിൽ നമ്മൾ അതാണ്ട് തിയറി നോക്കി അതിനെ വെച്ചിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് ശരിയാണ്, ആ തിയറി ശരിയായി വന്നിരിക്കുന്നു. അപ്പൊ അതിനകത്ത് തന്നെ സ്ഥാനമില്ല. കാരണം അത് ജസ്റ്റ് പ്രോബബിലിറ്റി അല്ലേ? അല്ലെ, എവല്യൂഷന്റെ നമുക്ക് എനിക്കത് അല്ല, അതിൽ സാധ്യതയില് സംസാരിക്കുകയാണെങ്കിൽ തിയറി അതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അത് യഥാർത്ഥത്തിൽ നടന്നതാണ് കൃത്യതയുള്ളത്. സംസാരിക്കും സാർ. അപ്പോൾ എനിക്ക് ഇത് കൂടുതലല്ല, ഇത്രയും പറയാനുള്ളത്. പറഞ്ഞു. ഹലോ, ശരി. താങ്കൾ കൺക്ലൂഡ് ചെയ്യാനാണ് ഫെംലാൻ പറഞ്ഞത്. റജി കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കും. കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, 1-2 വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് ഇത്ര ഞാൻ പറയുന്നുള്ളൂ. യുക്തിക്ക് ആധാരമായിരിക്കുന്നത് മനുഷ്യന്റെ നന്മയുണ്ട്,
അതുകൊണ്ട് മനുഷ്യന്റെ നന്മയെ പ്രതിയായിട്ടുള്ള മനുഷ്യനെ നന്മ ഗൈഡ് ചെയ്യുന്ന യുക്തിയായിരിക്കണം, കേവലമായിട്ടുള്ള ഒരു യുക്തിയാകരുത്. കേവല യുക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡയറക്ഷൻലെസ് ആയിട്ട് പോകും. അതുകൊണ്ട് മതമല്ല പ്രശ്നം, മനുഷ്യന്റെ നന്മയാണ് പ്രശ്നം. അതുകൊണ്ട് മതത്തെ മാത്രമേ പ്രശ്നം കാണരുത്. മതം ആവശ്യമാണ്. മതമുള്ളതുകൊണ്ട് സമൂഹത്തിന് പലവിധമായ നന്മകളുണ്ട്. അത് പിന്നീട് ഞാൻ ഒരിക്കൽ പറയാം. ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചുരുക്കുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്നതിന് വളരെ നന്ദി.